വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ പറയട്ടെ, എനിക്ക് ഈ ഒരു ഇൻട്രോയിൽ ഞാൻ എന്താ പറയാൻ വേണ്ടി പോണേന്നുള്ള വലിയൊരു പ്ലാനൊന്നും ഞാൻ വെക്കുന്നില്ല. എനിക്ക് മനസ്സിൽ വരുന്ന കാര്യം അതേപോലെ ഞാൻ പറയുകയാണ്. ഇന്ന് എനിക്ക് വളരെയധികം വലിയൊരു ദിവസമാണ്, ഒരു ബിഗ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ കാലത്തിന് ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, കുറച്ചധികം കാലമായിട്ട് ഞാൻ ചാനലിലൂടെയും ഷോർട്സിലൂടെയും റീലിലൂടെയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 മാസം മുന്നേ നമ്മളെല്ലാവരും ഇവിടെയുള്ള കുറച്ച് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിലീസാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു യൂട്യൂബിൽ ചെയ്യേണ്ട ഒരു റിലീസ് ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ആഗ്രഹം കാരണം ഒരു തിയേറ്റർ എടുത്ത് അവിടെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2 ഷോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഷോ 10:30-ക്കും പിന്നെ ഒരു ഷോ 11:30-ക്കും. ഒരു 27-28 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന് ഇത്രയധികം സംഭവമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? കുറേ ഷോർട്ട് ഫിലിംസ് ഉള്ളൊരു കാലമല്ലേ ഇത് എന്നുള്ളത് കേൾക്കുന്നവർക്ക് തോന്നുന്നു സ്വാഭാവികമാണ് കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെയും ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത ആൾക്കാരുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു അഭിനയം, സിനിമ, ഡയറക്ഷൻ, സിനിമറ്റോഗ്രഫി, അതിൻ്റെ സൗണ്ട് എന്നുള്ളതിലൊക്കെ ഭയങ്കര അധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത സർക്കിളിൽ. അവർക്ക് എല്ലാവർക്കും വലിയൊരു ദിവസമാണെന്ന്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സിനിമ, അല്ലേ? എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു സിനിമ. ചെറുപ്പം തൊട്ടേ, ഓർമ്മ വെച്ച കാലം തൊട്ടേ എനിക്കൊരു സിനിമ നടിയാവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ആക്ട്രസ് ആവണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹത്തിൽ മാത്രം നിന്നാൽ പോരാ. അതിനുള്ള സാഹചര്യം, കഴിവും എല്ലാം വേണം. എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ, ഞാൻ നന്നായിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. കാരണം എനിക്ക് അതിനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ആകെ ചെയ്തിട്ടുള്ളത് ഈ നാടകത്തിലും സ്കിറ്റിലും അതേപോലെ തന്നെ മൈമിലും നാടോടി നൃത്തത്തിലും ഓട്ടംതുള്ളലിലും ഒക്കെ ചെയ്തിട്ടുള്ള അഭിനയങ്ങളാണ്. അതിനുശേഷം സിനിമ അല്ലെങ്കിൽ അഭിനയം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. കഴിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഡീഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡിജിറ്റലി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ലൊക്കേഷനിൽ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യുന്ന ഓഡീഷൻസിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സാഹചര്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് അത്ര ഓക്കെ ആയിരുന്നില്ല എൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ശരിയായിട്ടില്ല. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല സിനിമ. ഭാഗ്യമുള്ള ആൾക്കാർക്കും കഴിവുള്ള ആൾക്കാർക്കും കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കെന്തോ എല്ലാം കൂടെ ചേർന്ന് ശരിയായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ ആഗ്രഹം എൻ്റെ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ ഭാഗത്ത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം തൽക്കാലം എന്നെ പോലെ ഇതേ രീതിയിൽ സിനിമയുടെ പല മേഖലയിൽ ആഗ്രഹമുള്ള ആൾക്കാർ ഒത്തുചേർന്ന് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് എർ ഈസ് ഹ്യൂമൻ, അല്ലേ? എർ ഈസ് ഹ്യൂമൻ. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യണ്ട എന്നല്ല കേട്ടോ. ആദ്യത്തെ ഒരു ഷോ നമുക്കിവിടെ നെതർലാൻഡ്സിൽ അറിയുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചും കൊണ്ട് നമുക്കൊരു 2 ഷോ ആയിട്ട് തിയേറ്ററിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനത്തെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിൽവർസം എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് ഷോ. അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോസിലല്ലാതെ ഞാൻ എന്നെ യൂട്യൂബിൽ പോലും അധികം കണ്ടിട്ടില്ല. അപ്പം ഇന്ന് ആദ്യമായിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ ഞാൻ എന്നെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു 28-29 വർഷമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹം ഇന്ന് കുറച്ച് ആൾക്കാർ കണ്ട് വിലയിരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു ഡേ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരു സിനിമയിലാണോ അഭിനയിച്ചതെന്നല്ല, ഷോർട്ട് ഫിലിം തന്നെയാണ്. പക്ഷേ ഒരു ലോങ്ങർ ടൈമായിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഒരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു രീതിയിലെങ്കിലും നടക്കുമ്പോൾ അത്രയെങ്കിലും അടിപൊളിയല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ വിചാരിച്ചു ഇന്ന് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാനാണ്, അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, എന്തെങ്കിലും പറയാനുണ്ടോ? വിഷ്ണു ആദ്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് നീ എക്സൈറ്റഡ് ആണോ? കാരണം വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ആരൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ തുടർന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്ം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം.
ഇതൊരു ചെറിയ ഫ്ലാഷ് ബാക്കാണ്. രാവിലെ 9 മണിയോടുകൂടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് ഹിൽവർസമിൽ നമ്മൾ ബുക്ക് ചെയ്ത ഈ ഒരു തിയേറ്ററിലോട്ട്. അതുകൊണ്ട് തന്നെ എത്തി എല്ലാവരോടൊന്ന് സംസാരിച്ച് സമാധാനത്തിൽ നമുക്ക് ഷോയ്ക്ക് കയറാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ എനിക്ക് അത്യാവശ്യം ലേറ്റ് ആവുന്നൊരു ചെറിയ അസുഖമുണ്ട്. പക്ഷേ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വെക്കാതെ ഇന്ന് രാവിലെ എണീക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവിടെ തിയേറ്ററിൻ്റെ അവിടെ എത്താനായി. എന്താണ് ഈ ഒരു ദിവസത്തെ പറ്റി കുറച്ചും കൂടെ വിപുലീകരിച്ച് പറയണമെങ്കിൽ പറയാനുള്ളത്? ഇത് എന്റെയും കൂടെ കഷ്ടപ്പാടിന്റെ ദിവസമാണ്. നീ ഇതിന്റെ ഷൂട്ടിന് പോയ ദിവസം വീട്ടിലിരുന്ന് നിന്നെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ ദിവസങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് ഇവിടെ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ. കാരണം നീ ഇപ്പോൾ ഇവിടെ വേറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലത് ഡിസ്കഷനിൽ തന്നെ ഇല്ലാതാവും, ചിലത് നമ്മൾ നടക്കൂല, ചിലത് നടന്നാലും എന്താ പറയുക ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറ്റും. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരു നിങ്ങളെല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തൊരു സംഭവമാണ്. ഇതൊരു ഭയങ്കര സക്സസ്ഫുൾ സംഭവമാകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് നിങ്ങളെല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് അതൊരു എക്സൈറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഇപ്പം ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനത്തെ ഒരു നിന്റെ ഒരു എഫേർട്ട് കാണുക. അതാ പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാണ്. ഇപ്പം നിന്റെ ബിഗ് സ്ക്രീനിൽ നിന്റെ എഫേർട്ട് കാണുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഡിഫറെന്റ് ആണ് എനിക്ക്. പിന്നെ ഇപ്പൊ സനി അവൻ ഭയങ്കര എഫേർട്ട് എടുത്ത കാര്യമാണ് ഇതിന്. അവന്റെയും വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അവന്റെയും ഒരു ബിഗ് ഡേ ആണ്. അപ്പൊ അതിലും എനിക്കൊന്ന് കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്രയൊക്കെ തന്നെ. ഞാൻ വിഷ്ണു പെണ്ണ് കാണാൻ വന്നിട്ട് നമ്മള് കല്യാണമൊക്കെ കഴിക്കാം, അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫസ്റ്റ് ഫോൺ കോൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്ന 2 കാര്യങ്ങള്. ഒന്ന്, എൻ്റെ പാസ്റ്റിനെ പറ്റിയിട്ടും എനിക്ക് ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലിയർ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2, എനിക്ക് എന്നെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ വിഷ്ണുവിനോട് അന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ജീവിതത്തിലുള്ള ഒരു ഐഡിയനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇത് സിനിമയൊന്നും അല്ല കേട്ടോ, ഇത് ഷോർട്ട് ഫിലിമാണ്. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആവാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഒരു തിയേറ്ററിൽ ഒരു ബിഗ് സ്ക്രീനിൽ ഒരു 90-95 ആൾക്കാർ ഇരുന്നിട്ട് അത് കാണുക എന്നുള്ളത് സംഭവല്ലേ. അമ്മ വിളിക്കണ്ടല്ലോ. ഹലോ ഞാൻ ഐഷുടെ ഷോർട്ട് ഫിലിം അല്ലെന്ന്. ഞാൻ അടുത്ത ശനിയാഴ്ചയാന്നായിരിക്കും അമ്മേന്റെ അടുത്ത് നാളെ പറഞ്ഞത്. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിയേറ്ററിലോട്ട്. ഇവിടുത്തെ ഹിൽവർസം ഫിലിം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററിലോട്ടാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ റെന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഓരോ ടിക്കറ്റിന് ഇത്ര പ്രൈസ് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇഷ്ടമുള്ള എമൗണ്ട് ഇന്ന് കാരണം അമ്മൂമ്മ തള്ളി അപ്പുറത്തെ ബാക്കിൽ റോഡൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹലോ, എക്സൈറ്റഡ് ആണോ ഭർത്താവിന്റെ സിനിമാറ്റോഗ്രഫി കാണാൻ? അഭിനയം കാണാൻ വേണ്ടി ഞാൻ രാവിലെ 5 മണിക്ക് അമ്പലത്തിലൊക്കെ പോയി വഴിപാട് കഴിച്ചു. ഹലോ അറി കണ്ടോ, ഹിൽവർസം ഫിലിം തിയേറ്റർ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഷോർട്ട് ഫിലിം. കൈയൊക്കെ ചെറുതായിട്ട് തണുക്കുന്നു കേട്ടോ. എന്തോ ഒരു വൈറൽ ഇക്കിളിയാക്കൽ ഫീലിംഗ്. ഇങ്ങനെ ഒരു ഷോ ചെയ്യാന്നുള്ള ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരു ഷോയിൽ നിർത്താനായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവർ കാണിച്ച സപ്പോർട്ട് കാരണമാണ് നമുക്ക് 2 ഷോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ മെയിനായിട്ട് 3 ആൾക്കാർ അഭിനയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ഞാൻ, പിന്നെ ദേ അരുൺ ചേട്ടൻ, ദീപ്തി ചേച്ചി. ദീപ്തി ചേച്ചിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഡയറക്ടർ ഇല്ലേ ഡിജോ ജോസ് ആന്റണി, പുള്ളിക്കാരൻ ദീപ്തി ചേച്ചിയുടെ ബ്രദറാണ് കേട്ടോ. അങ്ങനെ ആൾക്കാരെല്ലാം എത്തി. നമുക്കിനി മെല്ലെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആവുകൊണ്ടേ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലാനിങ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ എപ്പോൾ എവിടുന്ന് ഏത് സീറ്റ് എന്നുള്ളതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്. കാരണം എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോബിൻ ചേട്ടനാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതും ഡയറക്ഷൻ ചെയ്തിട്ടുള്ളതും. അപ്പോൾ നേരെ അങ്ങോട്ട് ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യാതെ വന്ന എല്ലാ ആൾക്കാരോടും ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ഒരു നന്ദി രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷോർട്ട് ഫിലിമിലോട്ട് കിടക്കാം. You are here. I can't think of any other reason. So thank you so much. Right? So
it's the first time we are trying this. A lot of us have been doing something related to performance or movies or video, photography, something like that, and music. And we just wanted to put it all together and try make a short film. നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടാണ് ഓരോ സ്റ്റെപ്പും അത് പ്രൊസീഡ് ചെയ്ത് പോയത് കേട്ടോ. നമുക്ക് ഫിലിം ഫീൽഡിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാരുടെ നിന്ന് നല്ല നല്ല അഡ്വൈസസും ഗൈഡൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി വിശേഷം ഞാൻ പറയാം കേട്ടോ. തൽക്കാലം നമ്മുടെ ഷോർട്ട് ഫിലിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നിരുന്ന് സമാധാനമായിട്ട് കാണട്ടെ. എൻ്റെ ലൈഫിൽ മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതിരുന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മാരേജിന് ശേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, വിഷ്ണു. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 4-1 എനിക്ക് വിഷ്ണുവിനെ തിരിച്ച് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറുണ്ടോ എന്നുള്ളത്. സപ്പോർട്ട് മാത്രമല്ല കേട്ടോ, എൻ്റെ ഓരോരോ ആഗ്രഹങ്ങളിൽ വിഷ്ണുവിൻ്റെ ഇൻവോൾവ്മെൻറ്റും അത്ര തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്കുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാളും into 4 ഒക്കെ ആയിരിക്കും വിഷ്ണുവിനുള്ള എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറയാതിരിക്കുക എന്നുള്ളത്, ഉദയനാണ് താരത്തിൽ സലീം കുമാർ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം കണ്ടിട്ട്, ആ ഒരവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നുള്ളത്. ഇങ്ങനൊരു തിയേറ്ററിൽ കണ്ടതിൻ്റെ ഇമ്പാക്റ്റ് ആണോ ആൾക്കാരുടെ നിന്നുണ്ടായ റെസ്പോൺസ് ആണോ എന്താണെന്നറിയില്ല, എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ളൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് അവർ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിം ഇൻവൈറ്റ് ചെയ്യുകയും കൂടെ ചെയ്തു കേട്ടോ. അത് വലിയൊരു കാര്യം. നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഷോ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി, ഇനി ഒരു ഷോയും കൂടെ ഉണ്ട്. അതിലാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും വരുന്നത് കേട്ടോ. പ്രദു, ഗീതു, ദീപ ചേച്ചി, ദിബിൻ ചേട്ടൻ, അച്ചു ചേച്ചി, എല്ലാവരും ഇനി അതിലാണ് വരുന്നത്. ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കാര്യം ആണ് നമ്മൾ ചെയ്തതെന്ന് അറിയാം, പക്ഷെ എന്നാലും ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് അതിൻ്റെ നല്ലൊരു ഒപ്പീനിയൻ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തോന്നണു. എന്തായാലും ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് വാക്ക് കിട്ടുന്നില്ല പറയാൻ. എന്തായാലും നമുക്ക് അടുത്ത ഷോക്ക് കയറാം. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ എത്തുമായിരിക്കും. അത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ച പോലെ ഉണ്ടായിരിക്കും. Very engaging, very gripping from start to end. Every character was very natural. Very natural came out. Thank you. ഞാനിതിന്റെ മൊബൈലൊക്കെ ഇതിന്റെ കണ്ടന്റ് പോർഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര റിലേറ്റഡ് റിവ്യൂ പറയോ? റിവ്യൂ വേറെ ലെവലാണോ, പൊളിയാണ്. വെരി പ്രൗഡ് ഓഫ്. ഓക്കെ, ഞാൻ എഴുതി കൊടുത്തത് നോക്കി വായിച്ചതാ. ഇങ്ങനെ പറയാൻ പറ്റില്ല. അധികം സമയമില്ല കേട്ടോ, നമുക്ക് അടുത്ത ഷോക്ക് കയറാം. ദീപ ചേച്ചി എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായി വന്നു തുടങ്ങി. സ്ഥലത്ത് സമയത്ത് എത്തരുത് കേട്ടോ. ഷോ തുടങ്ങി. അഭിനയത്തിന് പുറമെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെറിയൊരു റോളും കൂടെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ. നമ്മുടെ ആൾക്കാർ കുറച്ച് പേരൊക്കെ ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ ജോബിൻ ചേട്ടൻ ബെസ്റ്റ് ആക്ടറിൽ അമൃത TV പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി പുള്ളിക്ക് ഫിലിം ഫീൽഡിൽ കുറേ കണക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വഴിയൊക്കെയുള്ള ഭയങ്കര അഡ്വൈസസും വിഷസും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എത്ര തവണ ഒരുമിച്ച് താങ്ക്സ് പറഞ്ഞാലും തീരാത്തത് സിദ്ധാർത്ഥ ശിവയുടെ അടുത്താണ് കേട്ടോ. പുള്ളിക്കാരൻ ജോബിൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരനാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു ഷോർട്ട് ഫിലിം നല്ല അഡ്വൈസസും ഗൈഡൻസും എല്ലാവിധ സപ്പോർട്ടും ചെയ്തത്. ഒപ്പം പുള്ളിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും പ്ലാൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ വേറെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യരുത് എന്നുള്ളൊരു റൂളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്കിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് കഴിഞ്ഞു. എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. വീണ്ടും എനിക്കിതൊന്ന് എപ്പോഴെങ്കിലും കാണണം തോന്നുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കോപ്പിയൊന്നുമില്ല എന്നുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതെ, ഈ കാണുന്ന ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ. എല്ലാവരും ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ വർക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. പറയാനുള്ളത് ഈ ഒരു ഷോ താങ്ക് യു സോ മച്ച്. എല്ലാവരും വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുമോ? വിചാരിച്ച പോലെ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റി. നമ്മൾ കാണുമ്പോൾ തെറ്റുകളും കുറവുകളും മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഈ ഷോ. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു?
നമ്മുടെ ജനറൽ എങ്ങനെയെങ്കിലും ചെയ്തെടുത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചെയ്ത ഒരിക്കലും നന്നാവൂല. അങ്ങനെയായിരുന്നോ ഞങ്ങള്? അല്ല, നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കണം വേഴ്സസ് ചെയ്യുന്നത് നന്നായിരിക്കണം. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് പോവാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ വന്നിട്ട് തീർത്തേ പറ്റുള്ളൂ, ബാക്കി നിങ്ങളെല്ലാവരും തന്നെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഏറ്റവും അടിപൊളി. അത് നല്ലതായിരുന്നു. ടേൺഡ് ഔട്ട് ടു ബി ഗുഡ്. അടിപൊളി. എനിക്ക് കുറച്ച് സീരിയസ് റിവ്യൂ ചോദിക്കാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇത്? എന്റെ അമ്മ ഇത്ര സീരിയസ് ആയി പോയ പെട്ടെന്ന്. ഷർവാണി എവിടെ? ഞാൻ പ്രതീക്ഷയിൽ അത്ര അടിപൊളിയായിട്ട് നീ പെർഫോം ചെയ്തു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എന്നാ നായികക്ക് വേണ്ടി 2 സ്റ്റെപ്പ് പഠിക്കാൻ പറഞ്ഞു. ഇതാ അവനാണ് നായികനോട് ക്രഷ് ഉണ്ടായിരുന്നു. ഈ നായികല്ല പ്രതീക്ഷ പുതിയ നായികയാണോ പഴയ നായികയാണ്? ഏതാ ഇഷ്ടപ്പെട്ടത്? പുതിയ നായികയാണോ പഴയ നായികയാണ്? ഈ പുതിയ പഴയ പറ്റിയില്ല. ഐശ്വര്യ പെണ്ണ് കാണാൻ പോയപ്പോ എങ്ങനെയായിരുന്നു? അത് ഇതൊന്നല്ല. പ്രതിനെ താടിയ ജാക്കറ്റ് കുടിക്കൊണ്ടാണ് പടം കണ്ടോട്. അങ്ങനെ ഷോർട്ട് ഫിലിം കാണാൻ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും കൂടെ ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാമെന്നാ വിചാരിക്കണം കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ചൈനീസും ഏതൊക്കെയോ രാജ്യങ്ങളിലെ എല്ലാ ഭക്ഷണം കിട്ടുന്ന ഒരു മോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ദീപ ചേച്ചി, അമ്മു ചേച്ചി, അച്ചു ചേച്ചി അവർക്കൊക്കെ ഷോപ്പിംഗ് പ്ലാൻസും വേറെ എന്തൊക്കെയോ പ്ലാൻസും ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഇവിടുന്ന് നേരെ പോയി. നമ്മൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വരുന്നത് എന്ന് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും കൂടി എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ്. സാറ്റർഡേ ആവുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. അകത്തൊന്നും നമുക്ക് സീറ്റ് കിട്ടിയില്ല. പുറത്ത് ദേ ഒരു ഹീറ്ററിൻ്റെ അടിയിൽ നമ്മളൊരു സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നുമല്ല, ഒരു കോഫി മഗ്ഗാണ്. നമ്മുടെ അതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ വെച്ചിട്ടും പിന്നെ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേരും എല്ലാം വെച്ചും കൊണ്ടുള്ള ഒരു കോഫി മഗ്. പിന്നെ എല്ലാവർക്കും നല്ലോണം വിശക്കുണ്ട്. കണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ വരുകൊണ്ട് എല്ലാവരും ചെറുതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സ്റ്റീവ് തിരിച്ചാട്ടിക്കണേ. അതിനുശേഷം ഗീതോനും പ്രദോനും പുതിയ വീട്ടിലേക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തിനാന്ന് പോലും അറിയാതെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കടയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുക, അവരകത്ത് പോയി ഷോപ്പ് ചെയ്ത് തിരിച്ചു വരിക. റൂഹിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത്. അതുകൊണ്ട് എനിക്ക് അവൾക്കൊരു ഗിഫ്റ്റ് പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് ഒരു മേക്കപ്പ് കിറ്റ് ഞാൻ വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ. അൻഷിഫ് അപ്ലൈ പറഞ്ഞായിരുന്നു അവളത് പോയി മാറ്റും, അല്ലെങ്കിൽ വീടിൻ്റെ അവസ്ഥ മാറി കിട്ടും എന്നുള്ളത്. ഇനി ഇന്നത്തെ ഒരു ദിവസം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. എന്നും ഭയങ്കര അധികം സന്തോഷത്തോടു കൂടെ ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഞാൻ ഭയങ്കര ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ കുറച്ച് കാലമായിട്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഞാൻ ഭയങ്കര ഓവറാക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. സ്വാഭാവികമാണ്, കാരണം ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. എനിക്ക് ഭയങ്കര അധികം താല്പര്യമുള്ള ഒരു മേഖലയാണ് അഭിനയം, സിനിമ, ഡാൻസ്, അങ്ങനത്തതൊക്കെ. അപ്പോൾ പക്ഷെ അതിലൊന്നും ഒരുപാട് എക്സ്പീരിമെൻ്റ് ചെയ്യാനോ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊന്നും അവസരം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഈ ചെറിയ അവസരങ്ങളൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അവസരങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ്. എനിക്ക് ഇത്രയും കാലം അറിയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് അറിയുന്നല്ലാതെ അഭിനയിക്കാൻ ഒരു സ്കില്ലുണ്ടോ എന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണ എനിക്കുണ്ടായില്ല. ഞാൻ ചെയ്യുന്ന ടിക്ടോക്കും കാര്യങ്ങളും മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അതിന് പുറമെ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം, ഒരാൾ എഴുതിയ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇത്രയധികം ആൾക്കാർ കണ്ട് അതിലൊരു റിവ്യൂവും കാര്യങ്ങളും ഒക്കെ പറയുക എന്നുള്ളത് എന്നെപ്പോലത്തെ ഒരാൾക്ക് വലിയൊരു കാര്യമാണ്. പക്ഷേ കേൾക്കുന്ന പലർക്കും തോന്നിയേക്കാം എന്താ ഇതിൽ ഇത്ര പറയുന്നത്, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു എന്നുള്ളതിലും അത് നിങ്ങളുടെ ഭാഗം ടോട്ടലി ന്യായീകരിക്കാവുന്നതാണ് കേട്ടോ. കാരണം ഓരോരുത്തരുടെ താല്പര്യവും ഇൻട്രസ്റ്റും എല്ലാം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അത്രയാണുള്ളൂ. എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ നല്ലൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു.
അപ്പം അങ്ങനെ കാണാൻ പറ്റിയൊരു സന്തോഷം. അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ നീ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഇപ്പൊ അതില് ഇപ്പൊ നീയും സനീനാണ് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും ഭയങ്കര ഒരു പാഷൻ, ഒരു കുറെ ആൾക്കാരിരുന്ന് കണ്ട് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറയാന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, എനിക്കൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കര ക്ലോസ് അറിയുന്ന ആൾക്കാർക്ക് സക്സസ് കിട്ടുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളതായിരുന്നു. അതാണ് സക്സസ്. ഇപ്പൊ സക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവാർഡ് കിട്ടൽ മാത്രമല്ലല്ലോ, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റും, അത് സക്സസ് ആണ്. അല്ലാതെ അത് അവാർഡ് കിട്ടണമെന്നോ അല്ലെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ചെയ്യണമെന്നോ അങ്ങനെ നമ്മള് നീയും സനിയും അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാവരും 100% എഫേർട്ട് എൻ്റെ അത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു 10-60 പേരെ വിളിച്ച സാധനം കാണിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുകയാണ് ചെയ്തത്. അത് വെറുതെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയല്ല. അതിൽ കുറേ പേര് പറയുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ ശരിക്കും ദി മീൻ ഇറ്റ് വാട്ട് ദേ ആർ സെയിങ്. സോ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി ഡേ ആയിരുന്നു. അതിന്റെ മ്യൂസിക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. ഭയങ്കര നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിക്. ജിയോ ചേട്ടനാണ് മ്യൂസിക് ചെയ്തത്. നമ്മുടെ ചാനലിന് വേണ്ടി ഇൻട്രോ ചെയ്ത് തന്നില്ലേ, പുള്ളി തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചില ഭാഗത്തൊക്കെ BGM ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് നിങ്ങളെയും കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ചാൽ പോരല്ലോ. പക്ഷേ അവിടുത്തെ ഒരു ഒപ്പീനിയൻ വന്നത് അവർ ഇവിടുത്തെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിന് പലതും അയക്കുകയാണ് എന്നുള്ളതാണ്. ഒരു പുള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ ഭാഗമായത്. പുള്ളി ഓൾറെഡി ഈ ഒരു ഷോർട്ട് ഫിലിം അവരുടെ ഫെസ്റ്റിവലിലോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബിലൊരു റിലീസ് പോസിബിൾ അല്ല. പക്ഷെ എന്നാണോ ആ കടമ്പകളെല്ലാം കിടക്കുന്നത് അതിനുശേഷം ഞാൻ നിങ്ങളെയും കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഈ ഒരു ഷോർട്ട് ഫിലിം കാണിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. സസ്നേഹം തനി മലയാളി. Okay, silence. Camera. Sound. Sound on. Start. Action. ഒരു മിനിറ്റ് ഈ ഒരു ഷൂട്ടിംഗ് സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്തിട്ട് ഞാൻ നിർത്താട്ടോ. അധികം ഓവറാക്കി ചളാക്കില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന മ്യൂസിക്കാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ത്രൂ ഔട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. അത് ഒരു അടിപൊളി സംഗതിയായിരുന്നു ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സക്സസിന്. 1-2 ഷോർട്ട് ഫിലിംസിൽ ചെറിയ 1-2 റോളുകൾ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ, കുറച്ച് ഓഡീഷൻസിന് പോയിട്ടുണ്ടോന്നല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതെന്ന് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഒരു വലിയ ലേണിംഗ് കർവായിരുന്നു. ഓരോരോ സീനും എത്ര തവണ ഷൂട്ട് ചെയ്യും, ഏതൊക്കെ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യും, വലിയ വലിയ ഡയലോഗ്സ് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ ഇതെല്ലാം വെച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് അഭിനയത്തിലുള്ള ഈ ഒരു താല്പര്യം പോലെ തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പല റോളുകളും ചെയ്ത ആൾക്കാർ, അതായത് ഇപ്പം മ്യൂസിക് ജിയോ ചേട്ടൻ, സിനിമാറ്റോഗ്രഫി സനി ചേട്ടൻ, അങ്ങനെ ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. എല്ലാ ആൾക്കാരും അവർ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാവർക്കും വേറെ പല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അത് മാറ്റിവെച്ച് ഈ ഒരു ഡേക്ക് എല്ലാവരും ഭയങ്കര ലുക്കിംഗ് ഫോർവേഡായിരുന്നു. എന്തായാലും എനിക്കും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പാഷനേറ്റ് ക്രൂവിൻ്റെ ഒപ്പം ഒരു ചെറിയ ഷോർട്ട് ഫിലിമെങ്കിൽ അതൊന്ന് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ അത്രയാണ് ഉള്ളൂ. ഇത് എനിക്ക് ഉടനെ അധികം വൈകാതെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.